സിവിൽ സർവീസ് മേഖലയിലേക്ക് നമ്മൾ കുട്ടികളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശീലന പരിപാടിയും ഏറ്റവും നല്ല രീതിയിൽ ഈ വകുപ്പ് നടത്തി വരുന്നുണ്ട്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, വിവിധ ട്രെയിനിങ് കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് സാർ. വിവിധ ഈ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലന പരിപാടികളും വകുപ്പ് നല്ല രീതിയിൽ നടത്തി വരുന്നുണ്ട്. ഇത്തരം പദ്ധതികളൊക്കെ സംയോജിപ്പിച്ചുകൊണ്ടാണ് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളെ ഉന്നത വിദ്യാഭ്യാസ പദ്ധതിയിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റും വകുപ്പും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സാർ ഏറ്റവും സാധാരണ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ചോദ്യോത്തര വേളയിൽ സാർ പ്രതിപക്ഷം തടസ്സപ്പെടുത്തുന്ന രീതി ശരിയല്ല സാർ. ഇവിടെ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ സാധ്യതകൾ തുറന്നിടുന്ന ഗവൺമെന്റാണ് സാർ നമ്മുടേത്. ഗവൺമെന്റിന്റെ ഈ നടപടി പ്രകാരം എത്ര പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾ വിദേശ പഠനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സാർ? ഇതാണ് ചോദ്യം സാർ. യെസ് മിനിസ്റ്റർ. സാർ, ഇവിടെ ഈ കാണുന്ന സാർ, ഇത് നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. നമ്മുടെ ഗവൺമെന്റിനെ സംബന്ധിച്ച് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പാവപ്പെട്ട ജനവിഭാഗം എന്ന് പറയുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരാണ്. അവരുടെ കാര്യങ്ങൾ പറയുന്നതിനും കേൾക്കുന്നതിനും പരിശോധിക്കുന്നതിനും വേണ്ടിയിട്ടാണ് സാർ ഇത്തരം ചോദ്യോത്തരങ്ങൾ നമ്മുടെ സഭാവേളകൾ നടത്തുന്നത്. പക്ഷേ ഈ കാര്യങ്ങളെ ഈ പ്രതിപക്ഷം ഈ രീതിയിൽ തടസ്സപ്പെടുന്ന ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല സാർ. ഞാനിവിടെ നേരത്തെ പറഞ്ഞു, ഇപ്പൊ വിദേശ പഠനത്തിന് 1039 കുട്ടികളാണ് സാർ നമ്മുടെ വിദേശ പഠനത്തിന് വേണ്ടിയിട്ട് നിലവിൽ അയച്ചിട്ടുള്ളത്. ശ്രീമതി കെ കെ ശൈലജ ടീച്ചർ. സാർ, ധാരാളം കുട്ടികൾക്ക് വിദേശത്ത് അവസരം ഉണ്ടാക്കി കൊടുക്കാനുള്ള അങ്ങയുടെ പരിശ്രമത്തെ അഭിനന്ദിക്കുന്നു സാർ. അതുപോലെ തന്നെ ഈ വിദേശത്തേക്ക് പോകുമ്പോൾ ഇംഗ്ലീഷ് ഭാഷയും അതുപോലെ മറ്റ് വിദേശ ഭാഷകളുമാണ് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. അത്തരം ഭാഷാ പരിശീലനത്തിനുള്ള സൗകര്യം കൂടി അങ്ങയുടെ നേതൃത്വത്തിൽ നൽകാമോ? ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു സാർ, ഇത്രയും പ്രധാനപ്പെട്ട വിഷയം സഭയിൽ ചർച്ച ചെയ്യുമ്പോൾ ഈ പ്രതിപക്ഷം കാണിക്കുന്ന ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനം ഈ നാട്ടിലെ ജനങ്ങളെല്ലാം വീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് പ്രതിപക്ഷം ഓർത്താൽ നന്ന് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. മിനിസ്റ്റർ. സാർ, നമ്മുടെ ടീച്ചർ ഇവിടെ ചോദിച്ച കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ വിദേശ പഠനത്തിന് നമ്മൾ കുട്ടികളെ അയക്കുമ്പോൾ അവർക്ക് ഇംഗ്ലീഷ് പരിജ്ഞാനം വളരെ പ്രധാനപ്പെട്ടതാണ് സാർ. അപ്പം അത്തരം കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ISPC പോലെയുള്ള പരിശീലന പരിപാടികൾ വകുപ്പ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കി വരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് ഇംഗ്ലീഷ് പരിജ്ഞാനം ഉറപ്പുവരുത്തിക്കൊണ്ട് വിദേശ പഠനത്തിന് അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി വകുപ്പ് സ്വീകരിക്കും സാർ. ശ്രീ കെ ബാബു നെന്മാറ. സാർ, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിന്റെ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ പ്രതിപക്ഷ നാടകം സാമൂഹ്യ നീതിക്കും ആ വിദ്യാർത്ഥികളോടുള്ള അവഗണനയാണ് സാർ ഇവിടെ കാണിക്കുന്നത്. സാർ, വിമാനം കാണാൻ പോയ കുട്ടി ഇന്ന് പൈലറ്റാണ് സാർ. വിദേശത്തൊന്ന് പോകണമെന്ന് ആഗ്രഹിച്ച കുട്ടി വിദേശത്ത് പോകുക മാത്രമല്ല അവിടെ പോയി പഠിക്കുകയും അവിടെ തന്നെ ജോലി ലഭിക്കുകയും ചെയ്തു സാർ. പട്ടികജാതി വകുപ്പിനെയും മന്ത്രിയെയും ഞാൻ അഭിനന്ദിക്കുന്നു, ഈ ഗവൺമെന്റിനെയും അഭിനന്ദിക്കുന്നു സാർ. എന്റെ ചോദ്യം ഇതാണ്, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന ഉന്നതി ഓവർസീസ് സ്കോളർഷിപ്പിനുള്ള അർഹത നേടാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമാക്കാമോ? യെസ് മിനിസ്റ്റർ. സാർ, നമ്മൾ ഗവൺമെന്റിന്റെ ഏജൻസി ആയിട്ടുള്ള ഒഡാപെക്കിനെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഒഡാപെക്ക് അപേക്ഷ ക്ഷണിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ നമ്മൾ ഇന്റർവ്യൂ നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ വരുമാനവും മറ്റു കാര്യങ്ങളൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടാണ് സാർ നമ്മൾ ഗുണഭോക്താക്കളെ അല്ലെങ്കിൽ കുട്ടികളെ ഈ പഠനത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നത്. സാർ, യോഗ്യതാ പരീക്ഷയിൽ ലഭിക്കുന്ന മാർക്ക് താരതമ്യേന കുറവാണ് എന്ന കാരണത്താൽ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് ഉന്നതി ഓവർസീസ് സ്കോളർഷിപ്പ് ആനുപാതികമായി ലഭിക്കുന്നില്ല എന്ന കാര്യം ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ? യെസ് മിനിസ്റ്റർ. സാർ, ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സ്കോളർഷിപ്പ് പാറ്റേണിൽ വാർഷിക വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിച്ചിട്ടുള്ള ഓരോ വിഭാഗത്തിലെയും കോട്ടകളിൽ 20% കുറയാത്ത വിധം സീറ്റുകൾ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിച്ചവർക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. ഇതിനായി ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഭേദഗതി വരുത്തിയിട്ടുണ്ട് സാർ. ചോദ്യം നമ്പർ 213 ശ്രീ കെ പ്രേംകുമാർ, ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ ക്ഷേമം, കായികം, വഖഫ്, ഹജ്ജ്, തീർത്ഥാടന വകുപ്പ് മന്ത്രി. യെസ് മിനിസ്റ്റർ. സർ, കായിക വകുപ്പിന് കീഴിൽ ധാരാളം
കായിക വികസനം ലക്ഷ്യമിട്ട് വിദേശ സർക്കാരുമായി സഹകരിച്ചുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇതിന്റെ മിനിസ്റ്റർ പറഞ്ഞോ? ഞാൻ മേശപ്പുറത്ത് വെക്കാണ് സർ. താങ്ക് യു. ശ്രീ കെ പ്രേംകുമാർ. സർ, കായിക വകുപ്പിന് കീഴിൽ രൂപീകരിച്ച പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ പ്രവർത്തന പുരോഗതി വിശദമാക്കാമോ എന്നതാണ് സാർ ചോദ്യം. നമ്മുടെ നാടിന്റെ കായിക മേഖലയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം സഭയിൽ ചർച്ച ചെയ്യുമ്പോൾ ആ രംഗത്ത് കേരളം കൈവരിച്ച മുന്നേറ്റവും അതിന്റെ സാധ്യതകളെയും സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന ഈ ചോദ്യോത്തരവേള പോലും തടസ്സപ്പെടുത്തുന്ന ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് സാർ ഇവിടുത്തെ പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. സർ, കായിക മേഖലയിലെ അടിസ്ഥാന ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിലെ സർക്കാർ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എന്ന പുതിയൊരു സ്ഥാപനം രൂപം നൽകുകയും ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് നടന്നു വരുന്ന കായിക അടിസ്ഥാന വികസന മേഖലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ശക്തമായ നേതൃത്വം നൽകാൻ ഇതുകൊണ്ട് കഴിയുന്നുണ്ട് സർ. 2000 കോടി രൂപയോളം ഉള്ള പ്രവൃത്തികൾ ഇപ്പോൾ SKFന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. ബഡ്ജറ്റിൽ വരുന്ന കായിക അടിസ്ഥാന വികസന പദ്ധതികൾ, കിഫ്ബി പദ്ധതികൾ, ഒരു പഞ്ചായത്തിൽ ഒരു പദ്ധതി എന്ന കളിക്കളം, MLA ഫണ്ട് ഉപയോഗിച്ചുള്ള പദ്ധതികൾ, കായിക ഡയറക്ടറേറ്റ്, സ്പോർട്സ് കൗൺസിൽ എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, കായിക വകുപ്പിന്റെ പദ്ധതികൾക്കുള്ള കായിക ഉപകരണങ്ങൾ പർച്ചേസ് തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് SKF ഏറ്റെടുത്ത് നടത്തുന്നത്. രാജ്യത്ത് ആദ്യമായി സംഘടിപ്പിച്ച കായിക ഉച്ചകോടി, സന്തോഷ് ട്രോഫി, ദേശീയ വനിതാ സീനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ്, അന്താരാഷ്ട്ര ചെസ് ഫെസ്റ്റിവൽ തുടങ്ങി സംഘടന നിരവധിയായ കാര്യങ്ങൾ SKF നടത്തിയിട്ടുണ്ട് സർ. സർ, കേരളത്തിൽ സർക്കാർ എത്ര സിന്തറ്റിക് ട്രാക്കുകൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നിർമ്മിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കാമോ? സർ, ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് കേരളത്തിൽ ഒരു സിന്തറ്റിക് ട്രാക്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോ സംസ്ഥാനത്ത് 16ഓളം സിന്തറ്റിക് ട്രാക്കുകൾ ഇപ്പോൾ നിലവിലുണ്ട് സർ. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ. സർ, കായിക രംഗത്ത് ഈ സർക്കാർ ആരംഭിച്ച വിപുലമായ പദ്ധതിയാണ് ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം. ഈ പദ്ധതിയുടെ പുരോഗതി വിശദമാക്കാമോ സർ? മിനിസ്റ്റർ. സർ, നമ്മുടെ സംസ്ഥാനത്ത് 425 പഞ്ചായത്തുകൾക്കാണ് സ്വന്തമായി കളിക്കളം ഇല്ല എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ ഇപ്പോൾ 167 പഞ്ചായത്തുകൾക്ക് കളിക്കളങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതികൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നു. ഏകദേശം 67 കളിക്കളങ്ങളുടെ നിർമ്മാണം ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് സർ. അതോടൊപ്പം തന്നെ പഞ്ചായത്തുകൾക്ക് സ്വന്തമായി സ്ഥലമില്ലാത്ത ധാരാളം കളിക്കളങ്ങളുടെ നിർമ്മാണം അതുകൊണ്ട് തന്നെ വൈകുന്നുണ്ട് സർ. ഇത് സ്വന്തമായി പഞ്ചായത്തുകൾക്ക് കളിക്കളം വാങ്ങാനുള്ള പണം കൂടി നൽകുന്ന കാര്യവും ഗവൺമെന്റ് ആലോചിച്ചു വരികയാണ് സർ. ശ്രീ ലിൻഡോ ജോസഫ്. സർ, കീഴ്ക്കോടതി മുതൽ സുപ്രീം കോടതി വരെ പോയി ഇളിഭ്യരായി നിൽക്കുന്ന പ്രതിപക്ഷം ഈ ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുന്നത് ഏറ്റവും അപമാനകരമായ കാര്യമാണ് സർ. സാർ, അങ്ങയുടെ മുഖം കാണാൻ വേണ്ടി കഴിയുന്നില്ല. സാർ, എന്റെ ചോദ്യം, കായിക വകുപ്പിന്റെ ഫിറ്റ്നസ് സെന്ററുകൾ ഏറെ ജനകീയമായ ഒരു പദ്ധതിയാണ്. ഈ പദ്ധതി എല്ലാ ജില്ലയിലും എല്ലാ മണ്ഡലത്തിലും നടപ്പിലാക്കുന്നതിന് കായിക വകുപ്പ് പ്രത്യേകമായ നടപടി സ്വീകരിക്കും.